ഇത് ഞാൻ പഠിക്കേണ്ട സമയമായിരുന്നു. പക്ഷേ അതിനു പകരം ഞാൻ കുറെ വെബ്സൈറ്റിൽ കയറി ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ എന്തൊക്കെയുണ്ടോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ആവശ്യമേ ഇല്ലാത്ത സാധനത്തിന് ഇഷ്ടംപോലെ പൈസ കളയാൻ പറ്റിയ ഒരേ ഒരു വീക്കെൻഡ് ഇതായിരുന്നു. അതുമാത്രമല്ല ക്രിസ്മസിന് എന്തൊക്കെ മേടിക്കണമെന്ന് കൂടെ നോക്കുന്നുണ്ടായിരുന്നു. ഒരു വശത്ത് ഈ സമയം പണിയെടുക്കുന്ന റീറ്റെയിൽ സ്റ്റാഫിനെയും ഈ ഡെലിവറി ഡ്രൈവേഴ്സിനൊക്കെ ഓർത്ത് എനിക്ക് വിഷമമുണ്ടായിരുന്നു. മറുവശത്ത് ചീപ്പായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷവും. ഞാൻ ഇത് രണ്ടും കൂടെ മനസ്സിനെ കമ്പയർ ചെയ്യായിരുന്നു, ഫുള്ളി റിലാക്സ്ഡ് ആയിട്ട്. സാധാരണ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും അവരവരുടെ കാര്യങ്ങളായി നടന്ന് ഞാൻ ഫാമിലി കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇത്തവണ കമ്പ്യൂട്ടർ ഫുള്ളി എൻ്റെ കയ്യിലായിരുന്നു. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ഒറ്റയ്ക്കായിരുന്നു. എൻ്റെ ചുറ്റും ഓവനിലിട്ട് ചൂടാക്കിയ കുറേ ക്വിക്ക് മീൽസും സാധാരണ ഞങ്ങൾ ഫാമിലി നൈറ്റ്സിന് മാത്രം എടുത്തു വെക്കാറുള്ള സ്നാക്സും ഉണ്ടായിരുന്നു. പാരൻസ് പുറത്തു പോയാൽ വീട് നോക്കാനുള്ള ചുമതല എൻ്റെയാണ്. അതുകൊണ്ട് ഈ അടുക്കളയിൽ പോയി ഈ സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നത് എൻ്റെ ഒരു പേയ്മെന്റ് മാത്രമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ ജോലി സിമ്പിളാണ്. വീടിനകത്ത് ആളുണ്ടെന്ന് പുറത്തുള്ളവർക്ക് തോന്നണം, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഏരിയയിൽ അടുത്ത കാലത്തായിട്ട് കുറച്ച് സസ്പീഷ്യസ് ബിഹേവിയേഴ്സ് നടന്നിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ കെയർഫുൾ ആയിരിക്കാൻ പാരൻസ് പറഞ്ഞു. ഇരുട്ടിലിരുന്ന് നല്ല വെളിച്ചുള്ള സ്ക്രീനിലേക്ക് നോക്കുന്ന ആ ഒരു അൺഹെൽത്തി ശീലം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് റൂമിലേക്ക് വേറെ ഒരു വെളിച്ചം വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഫ്രണ്ടിലെ വിൻഡോയുടെ കർട്ടൻ തിളങ്ങുന്ന കണ്ടു. അതിൻ്റെ അർത്ഥം ഒന്നും മാത്രമേ ഉള്ളൂ, ഫ്രണ്ടിലൂടെ മോഷൻ ഡിറ്റക്ടർ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. അവിടെ എന്തോ മൂവ്മെൻറ്റ് ഉണ്ടായെന്നാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങളുടെ ലൈനിൽ കുറേ പേർക്ക് പട്ടികളുണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ഗാരി. പുള്ളിയുടെ വീട്ടിലെ പൂന്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കാതിരിക്കാൻ എപ്പോഴും ഞങ്ങളുടെ മുറ്റത്തു കൂടെയാണ് ഷോർട്ട് കട്ട് അടിച്ച് പോകാറുള്ളത്. അതൊരു ഭയങ്കര അന്നോയിങ് ഹാബിറ്റാണ്. എങ്കിലും ഞങ്ങൾ അതങ്ങ് ശീലിച്ചു കഴിഞ്ഞു. ഞാൻ വീണ്ടും ആമസോണിലെ സെയിൽ പേജുകൾ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ആ വെളിച്ചം അണഞ്ഞു. പക്ഷെ അധികം വൈകാതെ അത് വീണ്ടും ഓണായി. അപ്പോഴാണ് ഞാൻ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. സാധാരണ ആരെങ്കിലും പട്ടിയെ കൊണ്ട് നടക്കാൻ പോകുമ്പോൾ ഒരു തവണയൊക്കെയാണ് ഈ ഡിറ്റക്ടർ ലൈറ്റ് അടിക്കാറുള്ളത്. ഇതിപ്പോൾ രണ്ടാമത് അടിച്ച സ്ഥിതിക്ക് എൻ്റെ തലയിൽ വന്നത് ഒരു കാര്യമാണ്. ആ പട്ടി ഞങ്ങളുടെ മുറ്റത്ത് കാഷ്ടിക്കാൻ പോവാണ്. എനിക്കിതൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം വീട്ടിലെ ബാക്കിയുള്ളവർക്കൊക്കെ അതിനോട് ഭയങ്കര അറപ്പാണ്. അവർ പറയുന്ന ഒരു ഒഴിവ് കഴിവ് അത് കള്ളാണെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റാറുമില്ല. അതുകൊണ്ട് ഫൈനലി ഇത് വൃത്തിയാക്കേണ്ട പണി എപ്പോഴും എൻ്റെ തലയിലാണ് വന്ന് വീഴാറുള്ളത്. ഇത് ചെയ്തത് ആരാണെന്ന് കൈയോടെ പിടിക്കാനുള്ള ഒരു ചാൻസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത്. അതുകൊണ്ട് ആ കുറ്റക്കാരനെ ഒളിഞ്ഞു നോക്കാൻ റെഡിയായി ഞാൻ വേഗം ജനലിൻ്റെ അടുത്തേക്ക് നടന്നു. ഞാൻ കട്ട മാറ്റി നോക്കിയപ്പോൾ എൻ്റെ മുറ്റത്ത് കണ്ട കാഴ്ച ഞാൻ വിചാരിച്ചതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. മുറ്റത്തൊരു പട്ടിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സെൻസർ ലൈറ്റ് ഓൺ ആക്കാൻ കാരണമായ എന്തോ ഒന്നും അവിടെ ഉണ്ടായിരുന്നു. അതൊരു മനുഷ്യനായിരുന്നു, ഒരു മുതിർന്ന ആളുടെ രൂപം. അയാൾ മുറ്റത്തിൻ്റെ നടുക്ക് ഭയപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെ നിൽക്കുമായിരുന്നു. ആ മോഷൻ ലൈറ്റിൻ്റെ വെളിച്ചം അയാളുടെ മേത്ത് വളരെ കുറച്ചേ അടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ ലൈറ്റ് സെൻസറിൻ്റെ കറക്റ്റ് എഡ്ജിലാണ് അയാൾ നിന്നിരുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് ഞാൻ കുറേ നേരം അയാളെ തന്നെ നോക്കിയിരുന്നു. അയാൾക്ക് വല്ല ഹെൽപ്പും വേണോ എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നിയതാണ്. പക്ഷെ പേടി കാരണം ശബ്ദം പുറത്തേക്ക് വന്നില്ല. അതുകൊണ്ട് മെല്ലെ കർട്ടൻ താഴ്ത്തിയിട്ട് തിരിച്ച് കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് ഞാൻ ഉറപ്പിച്ചു. വീട്ടിൽ ആളില്ലെന്ന് അയാൾ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ വിചാരിക്കട്ടെ എന്ന് ഞാൻ കരുതി. ഞാൻ അങ്ങനെ അടച്ച കർട്ടന് പിന്നിൽ നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വെളിച്ചം അണഞ്ഞു. അവിടെ നിന്ന് മാറാൻ പറ്റിയ സമയം ഇതാണെന്ന് ഞാൻ കരുതി. പക്ഷെ ഞാൻ തിരിയാൻ ആഞ്ഞതും ആ വെളിച്ചം പിന്നെയും കത്തി. ജനലാകെ വെളിച്ചമായി. ഇത്തവണ ഞാൻ ഭയന്ന് വിറച്ച് പിന്നോട്ട് ചാടി. അറിയാതെ എൻ്റെ വായിൽ നിന്ന് ഒരു നിലവിളി പുറത്തു വന്നു. എൻ്റെ നെഞ്ച് പടപടാന്നിടിക്കാൻ തുടങ്ങി. കണ്ണു തള്ളി. ശരീരത്തിലൂടെ അഡ്രിനലിൻ റഷ് കയറി. ഇത്തവണ എന്തോ ഒരു മാറ്റം ഉണ്ടായിരുന്നു. സാധാരണ വരാറുള്ളത് പോലെ കർട്ടനിലൂടെ ജനലിലാകെ പടർന്ന ഒരു മഞ്ഞ വെളിച്ചം മാത്രമായിരുന്നില്ല അത്. കർട്ടൻ്റെ നടുവിലായി ഒരു കറുത്ത പാട് കാണാമായിരുന്നു. അതൊരു മനുഷ്യൻ്റെ നിഴലായിരുന്നു. അയാൾ ഗ്ലാസിൻ്റെ തൊട്ടടുത്ത് വന്നു നിന്ന് അകത്തേക്ക് നോക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ അകത്തുണ്ടെന്ന കാര്യം അയാൾക്ക് ഉറപ്പായും മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് അവസ്ഥയിൽ ഞാൻ പെട്ടെന്ന് ഓടി ചെന്ന് ഫ്രണ്ട് ഡോർ ലോക്കാണോ എന്ന് നോക്കി. ഭാഗ്യത്തിന് അത് ലോക്കായിരുന്നു. എനിക്ക് നല്ല ആശ്വാസം തോന്നി. എങ്കിലും കൂടുതൽ കെയർഫുൾ ആകാൻ വേണ്ടി ഞാൻ ലാച്ച് കൂടെ ഇട്ടു. സേഫ്റ്റിക്ക് വേണ്ടി നല്ലോണം ശ്രദ്ധിച്ചു. എൻ്റെ അടുത്ത റിയാക്ഷൻ പോലീസിനെ വിളിക്കുക എന്നതായിരുന്നു. ഈ സിറ്റുവേഷൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പോക്കറ്റിൽ തപ്പി നോക്കി. പക്ഷെ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയ പൈജാമയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിന് പോക്കറ്റില്ലായിരുന്നു. എനിക്ക് പോക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് സാധാരണ ഞാൻ ഫോൺ ശ്രദ്ധിക്കാതെ കമ്പ്യൂട്ടർ ടേബിൾ തന്നെയാണ് വെക്കാറുള്ളത്. ഞാൻ വളരെ സൂക്ഷിച്ച് ലിവിങ് റൂമിലെ PC യുടെ അടുത്തേക്ക് നടന്നു.
പക്ഷെ റൂമിൻ്റെ പകുതി പോലും എത്തുന്നതിന് മുമ്പ് ഞാൻ പോയ വഴിയിൽ തന്നെ വല്ലാണ്ട് അങ്ങ് ഫ്രീസായിപ്പോയി. കാരണം എൻ്റെ നല്ല വെളിച്ചമുള്ള PC മോണിറ്ററിൽ നിന്നുള്ള ലൈറ്റ് കാരണം അവിടെ ഒരു നിഴൽ വീഴുന്നുണ്ടായിരുന്നു. അവിടെ അങ്ങനെ നിഴൽ വരാൻ പാടില്ലാത്തതായിരുന്നു എന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. ലിവിങ് റൂമിൽ നിൽക്കുന്ന ഏതോ ഒരാളുടെ നീണ്ട നിഴലായിരുന്നു അത്. ആ രൂപം ഓൾറെഡി വീടിൻ്റെ അകത്ത് കയറി എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയ പേടി തോന്നി. ഒരു റിഫ്ലെക്സ് പോലെ ഞാൻ പെട്ടെന്ന് തല തിരിച്ച് ഫ്രണ്ടിലെ ഡോറിലേക്ക് നോക്കി. അപ്പോൾ ഞാൻ കൺഫ്യൂഷനിലായി. കാരണം നേരത്തെ കണ്ട ആ നിഴൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. വെളിച്ചുള്ള ആ ജനലിൻ്റെ കർട്ടന് മുന്നിൽ അയാൾ ഭയപ്പെടുത്തുന്ന രീതിയിൽ അനങ്ങാതെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാനിത് ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അത് കണ്ടതും ഞാൻ വീണ്ടും ഞെട്ടി പുറകോട്ട് ചാടി. നിർഭാഗ്യവശാൽ എൻ്റെ ആ റിയാക്ഷൻ കാരണം ഒരു ശബ്ദം ഉണ്ടായി. അതിന് റെസ്പോൺസ് എന്നോണം അകത്തു നിന്നും വേറൊരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ലിവിങ് റൂമിലിരുന്ന ആ രൂപം റിയാക്ട് ചെയ്ത് എൻ്റെ നേർക്ക് നടന്നു വരാൻ തുടങ്ങി. പതുങ്ങി മാറാനുള്ള എല്ലാ ശ്രമവും ഉപേക്ഷിച്ച് വീടിനകത്തുള്ള ആളോട് വെയിറ്റ് എന്ന് ഉറക്കലറി വിളിച്ചുകൊണ്ട് ഞാൻ ഫ്രണ്ട് ഡോറിലേക്ക് ഓടി. പുറത്ത് നിൽക്കുന്ന ആളും അകത്തുള്ള ആളും ഒരുമിച്ചാണോ പ്ലാൻ ചെയ്തത് എന്നൊന്നും ആ മൊമെൻറ്റിൽ ചിന്തിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എൻ്റെ മനസ്സിലാകെ ഉണ്ടായിരുന്ന ചിന്ത ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ട്രാപ്ഡായിപ്പോയി എന്നാണ്. ഈ ചെറിയ വീടിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതിനേക്കാൾ നല്ലത് പുറത്ത് വലിയ ലോകത്തേക്ക് ഇറങ്ങുന്നതാണ് എന്നെനിക്ക് തോന്നി. ഞാൻ വാതിൽ അൺലോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ വീടിനകത്തുള്ള ആൾ തിരിച്ചെന്നോട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അയാൾ എന്നോട് അവിടെ തന്നെ നിൽക്കാനും ഞാൻ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാനും വിളിച്ചു പറഞ്ഞു. പുള്ളി പറയുന്നത് ഞാൻ കേൾക്കുമെന്ന് വിചാരിക്കാൻ അയാൾക്കെന്താ ഭ്രാന്തുണ്ടോ? അയാൾ ആവശ്യപ്പെടുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ജീവനോടെ ഇരിക്കാൻ പറ്റൂ എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ കൈകൾ വിറച്ചുകൊണ്ട് വേഗത്തിൽ വാതിൽ തുറക്കാൻ നോക്കി. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ ഫ്രണ്ട് ഡോർ തുറന്ന് പുറത്തിരുട്ടിലേക്ക് ഓടി. ഞാൻ ഫ്രണ്ട് ഡോറിൻ്റെ ലോക്കുമായിട്ട് ഗുസ്തി പിടിക്കുന്നതിൻ്റെ ഇടയിൽ ആ മോഷൻ ലൈറ്റ് ഓഫായി. ഞാൻ ഒരു റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പോൾ പുല്ലിൻ്റെ നടുവിലായിട്ട് പുറത്ത് നിൽക്കുന്ന ആ ഉയരമുള്ള രൂപത്തിൻ്റെ അടുത്തേക്ക് ഞാൻ ഓടിച്ചെന്നു. നേരത്തെ എനിക്ക് ഭയം തോന്നിയ ആ രൂപം ഇപ്പോൾ എൻ്റെ പ്രതീക്ഷയുടെ ഒരു വെളിച്ചമായി മാറി. കാരണം ആരോ വീട്ടിൽ അതിക്രമിച്ച് കയറിയപ്പോൾ എനിക്ക് വാർണിംഗ് തരാമെന്ന് ഏതോ ഒരാളായിരിക്കണം ഇത് എന്ന് ഞാൻ കരുതി. ഞാൻ അയാളുടെ കറക്റ്റ് അടുത്തെത്തി ഫ്രണ്ട് ഡോറിലേക്ക് തിരിഞ്ഞു നോക്കി. ഇപ്പോൾ കൂടെ ഒരാളുള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ സെക്യൂർ ആയിട്ട് തോന്നി. ഭയങ്കര സ്ലോ ആയി റെസ്പോണ്ട് ചെയ്യുന്ന ആ മോഷൻ ലൈറ്റ് ഒടുവിൽ എൻ്റെ മൂവ്മെൻറ്റ് കണ്ട് പെട്ടെന്ന് ഓണായി. വെളിച്ചം നേരെ എൻ്റെ കണ്ണിലേക്ക് അടിച്ച് കണ്ണ് ചിമ്മി പിടിച്ച് ഞാൻ ആരെയാ നോക്കിയതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആ ഫ്രണ്ട് ഡോറിൽ നിൽക്കുന്നത് ഞങ്ങളുടെ അയൽവാസി ഗ്യാരി ആയിരുന്നു. എന്തെങ്കിലും എമർജൻസി വന്നാൽ ഉപയോഗിക്കാൻ എൻ്റെ പാരൻസ് ഗ്യാരിക്ക് ഒരു സ്പെയർ കീ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ പുറത്ത് നിൽക്കുന്ന ആ രൂപത്തിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ അയാൾ എന്നോട് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ആ വാർണിംഗ് ഭയങ്കര ലേറ്റായി പോയിരുന്നു. പെട്ടെന്ന് കാര്യം മനസ്സിലായതുകൊണ്ട് എൻ്റെ നെഞ്ചെടുപ്പ് നിന്നു. എൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നി. കാര്യം മനസ്സിലായത് കൊണ്ട് മാത്രമല്ല, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന രൂപത്തിൽ നിന്ന് വരുന്ന ഒരു ചീഞ്ഞളഞ്ഞ നാറ്റം കൊണ്ടുകൂടിയായിരുന്നു. അയാളുടെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല. എങ്കിലും സൈഡിൽ കിടക്കുന്ന അയാളുടെ കയ്യിലെ വളഞ്ഞ് പൊളഞ്ഞ് ചീഞ്ഞളിഞ്ഞ ചർമ്മം കണ്ടപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി എന്ന് മനസ്സിലാക്കാൻ വേറൊന്നും വേണ്ടി വന്നില്ല. ഗ്യാരി എന്നെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി ഞാൻ പുള്ളിയെ ഒന്നും കൂടെ നോക്കി. ഗ്യാരി വായിക്കൊണ്ട് ഐ ആം സോറി എന്ന് ആംഗ്യം കാണിച്ച് ആ ഫ്രണ്ട് ഡോർ അടച്ചു. ഡോറിൻ്റെ ലാച്ച് വീഴുന്ന ശബ്ദം കേട്ടു. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ അടുത്തൊരു മൂവ്മെൻ്റ് ഉണ്ടായി. തല തിരിച്ച് എൻ്റെ നേർക്ക് നോക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ഞാനൊന്നും ചെയ്യാൻ പറ്റാതെ, വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നേരെ മുന്നോട്ട് തന്നെ നോക്കി നിന്നു. കണ്ണിൽ കണ്ണീര് നിറഞ്ഞത് കാരണം മുന്നിലെ ഫ്രണ്ട് ഡോറിലെ കാഴ്ച എനിക്ക് മങ്ങി തുടങ്ങി.